ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡ്രീം വേ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വടക്കേ ഇന്ത്യയിൽ പോയതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിന്ന് ഇടുന്നത്. ഇത് വടക്കേ ഇന്ത്യയിൽ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനമാണ്. ബൊക്കാരോ സ്റ്റീൽ സിറ്റി എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഓരോ സെക്ടറായിട്ട് ഓരോ ഡിവിഷൻ തിരിച്ചിട്ട് ഓരോ സെക്ടറുകളുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സ്, അവരുടേതായ ജീവിതശൈലികളിലുള്ള വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ട്. നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നല്ല തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പച്ചക്കറിക്കൊക്കെ നല്ല റേറ്റ് കുറവും ഒക്കെ. ഇതൊരു ഇലക്ഷൻ സമയമാണെങ്കിൽ തന്നെ നല്ല സൈലൻ്റായിരുന്നു അവിടെ. നല്ല ആൾക്കാരാണ് എല്ലാം. മലയാളി അസോസിയേഷനായാലും അതുപോലൊക്കെ തന്നെ നല്ല 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 ആൾക്കാരെ ഇടപെടാനൊക്കെ നമ്മളോടൊന്നും വലിയ പ്രശ്നമില്ലാത്ത നല്ല ആൾക്കാരാണ്. സാധാരണ ജീവിതം ജീവിക്കുന്ന പശുവും അതുപോലെ തന്നെ എരുമ അങ്ങനെയൊക്കെയുള്ള ജീവിത രീതി. പശുവിനെ വളർത്തിയും അതുപോലൊക്കെ ചാണകവരൽ ഇപ്പോഴും ഉണക്കുന്നത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ചാണകവരൽ ഉണക്കി ഇപ്പോഴും എടുത്ത് അതുകൊണ്ട് തീ കത്തിക്കുന്ന ജീവിതമാർഗ്ഗങ്ങളുണ്ട് ഇപ്പോഴും. ചെറിയ ചെറിയ ഷെഡിൽ. പക്ഷേ ഇതിപ്പോൾ ഞാൻ കുറച്ച് നല്ല സ്ട്രീറ്റിൽ കൂടെയാണ് പോകുന്നത്. ഇത് എൻ്റെ ഒരു നൈറ്റി കടയാട്ടോ. ഇത് നല്ല സൂപ്പർ നൈറ്റി ഇവിടെ കിട്ടും. നൈറ്റി കിട്ടുമെന്ന് പറഞ്ഞാൽ 200 രൂപ തൊട്ട് നല്ല കിടുക്കാച്ച് നൈറ്റി കിട്ടുന്ന ഒരു കടയാണേ. കോട്ടൻ്റെയാണ്, എല്ലാം കോട്ടൻ്റെയാണ്. കോട്ടൺ നൈറ്റി മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. കളറൊന്നും പോത്തില്ല കേട്ടോ. നല്ല സൂപ്പർ നൈറ്റിയാണ്. അതൊന്ന് കണ്ടിട്ടോ നോക്കാം. പിന്നെ നമ്മൾ പോയത് ഞാൻ പറഞ്ഞില്ലേ പശുവിനെ ഇതുവഴി തന്നെ പോകുമ്പോഴേ ഇവിടെ ഹനുമാൻ മന്ദിരമുണ്ട്. അതുപോലൊക്കെ തന്നെ സബ്ജി മാർക്കറ്റാണ്. ഇത് നമുക്ക് അടുത്തൊരു വീഡിയോയിലാണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് സബ്ജി മാർക്കറ്റ് 3 മണി ആയപ്പോഴേക്ക് ആയി വരുന്നതേ ഉള്ളൂ. എല്ലാം സാധാരണ 2 മണിക്ക് എല്ലാം ആകുന്നതാണ്. പക്ഷേ നമ്മുടെ ഭാഗ്യദോഷത്തിനാണെന്ന് തോന്നുന്നു എന്നാലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇതും ഫുള്ളാവും. രാത്രി ആകുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഈ തട്ടയിലൊക്കെ ഫുള്ള് പച്ചക്കറിയാവും. നമ്മുടെ കൊച്ചുള്ളി കിട്ടത്തില്ല ഇവിടെ. അതുപോലൊക്കെ തന്നെ ചില ഐറ്റം കിട്ടത്തില്ലെന്നേ ഉള്ളൂ. വെള്ളരിക്ക കിട്ടത്തില്ല, കൊച്ചുള്ളി കിട്ടത്തില്ല. ബാക്കി ഇവിടുത്തെ നല്ല പച്ചക്കറി കിട്ടും കേട്ടോ. ഈ വെള്ളരിക്കയും കൊച്ചുള്ളിയൊക്കെ നമുക്ക് മലയാളി അങ്ങനെയുള്ള കടകളിൽ കിട്ടും. അല്ലാതെ ഇവരുടെ ഇതിൽ നമ്മുടെ അവിടെ തന്നെ ബീഹാറി സാധനങ്ങളാണ് കൂടുതൽ. ഉരുളക്കിഴങ്ങ്, സവാള ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് നല്ല റേറ്റ് കുറവുണ്ട്. അതുപോലെ തന്നെ ഇത് എന്താ പറയുന്നത്, കൂവളത്തിൻ്റെ കാ എന്ന് പറയും. ഇത് ഈ നാട്ടിലെ കൂവളത്തിൻ്റെ കാ ജ്യൂസ് അടിച്ച് കുടിക്കും കേട്ടോ. അതാണ് നമ്മളവിടെ കണ്ടത്. ജ്യൂസ് അടിച്ച് കുടിക്കുന്ന കൂവളത്തിൻ്റെ കാ കിട്ടും. അത് ജ്യൂസ് അടിച്ച് കുടിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ അത് കുടിക്കത്തില്ല. പിന്നെ പഴവർഗ്ഗങ്ങൾ. ഇത് നല്ല കാറ്റായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇവിടെ വേറൊരു കടയിൽ പോയതാട്ടോ. അവിടെ ആ ചെരുപ്പ് കണ്ടതിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് ഞാൻ എടുത്താണ്. ഈ എന്താ പറയുന്നത്, ഈ ഗുജറാത്തി സ്റ്റൈലിലൊക്കെ ഈ കമ്മലുകളൊക്കെ നമ്മൾ അതേ സ്റ്റൈൽ കാണുന്നില്ല. അതുപോലൊക്കെ പാദസരത്തേലും കിലുക്കുമൊക്കെ വെച്ചിട്ടുള്ള ചെരുപ്പ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അത് കുറച്ചും കൂടെ ഞാൻ സൂം ചെയ്തെടുത്ത, പക്ഷെ അത് ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇതും ഒരു സെക്ടറിൻ്റെ ഒരു ഭാഗമായത് കേട്ടോ. ഇവിടെ തണുപ്പ് സമയത്ത് നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റും. ഇത് നമ്മുടെ സാധാ കടയല്ല, ഇത് അവിടുത്തെ കുറച്ചും കൂടെ റേറ്റ് കൂടുതലുള്ള കടകളാണ്. അപ്പോൾ ഈ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ബിലോ ഒരു 2000 തൊട്ട് സ്റ്റാർട്ടിങ് ഉള്ളത്. അതായത് 5000 അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റേറ്റ് സാരികളുടെയൊക്കെ. പക്ഷേ നമ്മൾ സാധാരണ വെളിയിലുള്ള കട അവരുടെ അടുത്ത് പോകുമെങ്കിൽ നല്ല റേറ്റ് വ്യത്യാസമുണ്ട്, റേറ്റ് കുറവൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. ഈ സാരിക്കും ഡ്രസ്സിന് ഷർട്ടിനൊക്കെ ആണെങ്കിലും നല്ല, എനിക്കൊന്നൊരു 1500 അങ്ങനെ തൊട്ടാണ് ഷർട്ടൊക്കെ തുടങ്ങുന്നത് തന്നെ. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള തുണികളാണ് കേട്ടോ. നല്ല ഡ്രസ്സുകളാണ് ഇവിടെ. കാണാൻ നല്ല ഭംഗിയാണ്. ഇവർ ഇത് അടുക്കിയല്ല ഓരോ ഇതൊക്കെ വെച്ചേക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് എല്ലാ ഷോപ്പുകളൊന്നും ഓപ്പൺ അല്ല കേട്ടോ. ഈ തണുപ്പ് സമയത്താണെങ്കിൽ എല്ലാം നല്ല
ഓപ്പൺ ചൂട് സമയമായില്ലേ ഇവിടെ. ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട്, 45-46 ഡിഗ്രി ചൂടൊക്കെ വരുന്ന സമയമുണ്ട്. ഇപ്പോൾ പക്ഷേ ഞങ്ങളിത് ഇറങ്ങിയ സമയത്ത് 38 അത്രയും ആയതുകൊണ്ടാണ് നമുക്കവിടെ നിൽക്കാൻ പറ്റുന്നത്. എന്നിട്ട് തന്നെ ചൂടാണ്. ഇതിന് അപ്പുറത്തോട്ടുണ്ട് അതിൻ്റെ കാഴ്ചകൾ. ഇപ്പം ബ്ലൗസ് മാത്രമായിട്ട് കിട്ടുന്ന അതുകൊണ്ട് കുപ്പിവള, അതുകൊണ്ട് വേറെ കുറേ ഐറ്റങ്ങൾ കിട്ടുന്ന കടകളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് ലെങ്തി ആവും. ഇത് കുറച്ച് നിങ്ങളെ കാണിച്ച് ഇത് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം അഭിപ്രായം പറയാം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ ഞാനതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും റേറ്റുകളോ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾ കടക്കട്ടെ. കണ്ട് അഭിപ്രായം പറയണം, അനുഗ്രഹിക്കണം.